ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ. ബർത്ത്ഡേക്ക് മാത്രമല്ല, നമുക്ക് ഫ്രണ്ട്ഷിപ്പിനോ ഇപ്പം വെഡിങ് ആനിവേഴ്സറിക്കോ അതുമല്ല നമുക്ക് ഷോ പീസായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ എടുക്കുക, അതിലേക്ക് ഫസ്റ്റ് ചെയ്യുന്നത് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിന് നല്ല ലൈറ്റ് കളർ ഷെയ്ഡ് വേണം നമ്മൾ ബേസ് കോട്ടായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട് അടിച്ചിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. സ്പോഞ്ച് വെച്ചോ ബ്രഷ് വെച്ചോ നമുക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ. ഏകദേശം ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടും കൂടെ അടിക്കണം. അപ്പം ഇത് ഞാൻ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ഇത് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 4 കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൊണ്ട് പോംപോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ത്രെഡ്, ഒരു ശകലം ത്രെഡ് മാറ്റി മുറിച്ച് വെക്കുക. എന്നിട്ട് 3 വിരലിൽ ഇങ്ങനെ ചുറ്റി എടുക്കുക. ഏകദേശം ഒരു 100-101 പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുക 3 വിരലിൽ. അപ്പോൾ ആൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഇങ്ങനെ പോംപോം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റിയെടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കെട്ടി വെക്കുക. ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഒരു കുഞ്ഞു പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ മുറുക്കി ഒരു 2-3 കെട്ട് നല്ലതുപോലെ മുറുക്കി കെട്ടണം കേട്ടോ. എത്രമാത്രം ടൈറ്റ് ആക്കാമോ അത്രമാത്രം ടൈറ്റ് ആക്കിയിട്ട് മുറുക്കി കെട്ടുക. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം ആ 2 സൈഡിലുള്ള ത്രെഡ് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ കത്രിക അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് 2ആയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ്, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് പോലെ അതങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതിനുശേഷം എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള അടപ്പ് ഒന്ന് ഷേപ്പിന് വേണ്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെയും അതിനെ റൗണ്ടായിട്ട് ബാക്കിയുള്ള വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്ത് കളയുക. അത് നമുക്ക് പോംപോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ബാക്കി നമ്മൾ കത്രിക വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ മുകൾ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കുഞ്ഞു ഭയങ്കര പൊടിയായിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോംപോം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിന് നമുക്ക് അങ്ങനെ വലിയ പെർഫെക്റ്റ് പോംപോം ഒന്നും വേണ്ട, എന്നാലും കണ്ടാൽ നല്ലപോലെ ഒരു ലുക്ക് ഉണ്ടായിരിക്കണം. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ത്രെഡൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പല കളർ ത്രെഡ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇപ്പോൾ ഞാൻ 4 ഡിഫറെൻറ്റ് കളറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 2 കളർ മതിയെങ്കിൽ അതെടുക്കുക, ഒറ്റൊരു കളർ മതിയെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. ഇനി അടുത്തത് യെല്ലോ. ഞാൻ അങ്ങനെ കെട്ടിയൊക്കെ സെറ്റാക്കിയിട്ട് അതും അങ്ങനെ തന്നെ കുനുകുനാന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഫൈനലി നമ്മുടെ പോംപോം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് പോംപോം ഒന്നുമല്ല, എന്നാൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലൊരു കോൺ സെറ്റാക്കി എടുക്കണം. ഞാൻ ആദ്യമേ കോണിൻ്റെ ഷേപ്പിൽ അത് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് ഇങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് പെയിൻറ് അടിച്ചാലും മതി. സാധാ കാർഡ്ബോർഡൊക്കെ ഉണ്ടല്ലോ, കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ഇങ്ങനെ കോൺ ഷേപ്പിൽ വെട്ടിയെടുക്കുക, അതിനകത്ത് പെയിൻറ് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോം ഷീറ്റ് ഉള്ളത് കൊണ്ടാണ് അതെടുത്തത്. എന്നിട്ട് കോൺ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു ബോട്ടിലിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് എടുത്താൽ മതി ആണോ. അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് നമ്മുടെ ബോട്ടിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ തേക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്ത് നമ്മുടെ പോംപോം ഓരോന്നായിട്ട് ആ കോണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 4 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. 4 എണ്ണം മതി. ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. പോംപോം എല്ലാം നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. താഴെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് വൈറ്റ് കളർ മാത്രമാകുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു ബ്ലാക്ക് കളർ ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും കുട്ടി സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പേനയുടെ ബാക്കോ പെൻസിലിൻ്റെ ബാക്കോ സ്കെച്ച് പെന്നിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ റിബൺ കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മിക്ക വീഡിയോകളിലും ഇപ്പം ഞാൻ ബോട്ടിലെല്ലാം റിബൺ കെട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏകദേശം സെറ്റാക്കി റിബണും കൂടെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കാണ് നമ്മുടെ ബോട്ടിൽ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.